ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കുറച്ച് ഷോകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇനി ലൊക്കേഷൻ ഉള്ള സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഇതുപോലെ വണ്ടിയിലാണ്. അപ്പോൾ നമ്മുടെ കരളിൻ്റെ അതേ ലൊക്കേഷനിലുള്ള വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത്. വേറെ കുറേ ബസ്സുകളൊക്കെ ഉണ്ട്, വൈറ്റ് കളറുള്ള ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് അതിൽ അങ്ങനെ പോയി. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മെയിൻ ഗേറ്റ് വഴി വന്ന അതേ വഴിയിൽ കൂടി തന്നെയാണ് പോണത്. അപ്പോൾ വേറെ സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് യാത്രയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമ്മൾ കൊണ്ടുപോയത് ഹിന്ദി ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു പഴയ ബിൽഡിങ്ങും ഹിന്ദിയിലൊക്കെ എഴുതിയിട്ടുള്ള ബോർഡും അതുപോലെ പള്ളിയും ഒക്കെ ആയിട്ടാണ് ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടുപോയത്. ഇവിടെ എന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങുകളൊന്നും ഇഷ്ടിക വെച്ചിട്ടോ ഒന്നുമില്ല, കട്ട വെച്ച് കെട്ടിയിട്ടുള്ള ബിൽഡിങ്ങുകളൊന്നുമല്ല. ഒക്കെ നമുക്ക് പൊളിച്ച് കളയാൻ പറ്റുന്ന രീതിക്കാണ് അവരൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ കൊണ്ടുപോയത് കന്നഡ മൂവീസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. ഈ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഫൈറ്റൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ അമ്പലം അതുപോലെ ഗണപതിയുടെ വിഗ്രഹമൊക്കെ വെച്ചിട്ടൊക്കെ അവർ ചെയ്യാറുണ്ട്, അമ്പലം പോലൊക്കെ ചെയ്യാറുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ കൊണ്ടുപോയത് ഒരു ജയിലിൻ്റെ സിറ്റുവേഷനുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ലൊക്കേഷൻ തന്നെയാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ താളവട്ടം മലയാള സിനിമ ഉണ്ടല്ലോ, അതിൻ്റെ ഹിന്ദി റിമേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ കൊണ്ടുപോയത് ഒരു എന്താ പറയുക, പുരാണ കഥകളിലെ ലൊക്കേഷനിലേക്കാണ് കേട്ടോ. സംഭവം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആ ഇരിക്കുന്ന ബൊമ്മകളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ തലയാട്ടും കണ്ണിങ്ങനെ മൂവ് ചെയ്യും, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് കണ്ടിട്ട് മതിയാവണുണ്ടായിരുന്നില്ല, നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു പാർട്ടുമായിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഷൈബി സുൽത്താഫ്. താങ്ക് യു.